AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായി. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ വിവാദം ആളിക്കത്തുന്നതിനിടെയാണ് യോഗം നടന്നത്. വിവരങ്ങൾ നൽകാൻ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. എല്ലാ വാർത്തയിലും വലിയ വിവാദമായി വന്നത് EP ജയരാജൻ BJPയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് വലിയ വിവാദമായിരുന്നു. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ഒരു വിവാദത്തിന്റെയും ആവശ്യമില്ല. അത് സ്വാഭാവികമാണ്. EP ജയരാജൻ LDFന്റെ കൺവീനറാണ്, പ്രമുഖരായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഒരു BJPയുടെ നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റ്? മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ വിവാദം ആളിക്കത്തുന്നതിനിടെയാണ് യോഗം നടന്നത്. അതുപോലെ തന്നെ EP ജയരാജനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. വിവാദങ്ങളെല്ലാം മാധ്യമ ഗൂഢാലോചനയെന്ന് EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിവരങ്ങൾ നൽകാൻ വിനോദ് വീണ്ടും ചേരുന്നുണ്ട്. വിനോദ്, തുടരുക. തീർച്ചയായും EP ജയരാജൻ അങ്ങനെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ഒരു തെറ്റുമില്ല, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇത് മാധ്യമങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്, വിവാദം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് EP ജയരാജനെ മോശപ്പെടുത്തുന്ന നിലയിലുള്ള വാർത്തകൾ നൽകിയ അതിൽ ആരാണോ അതിന് കുൽസിത ശ്രമങ്ങൾ നടത്തി അവർക്കെതിരെ കേസ് കൊടുക്കാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് പാർട്ടി കൈക്കൊണ്ടത്. അത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. EP ജയരാജൻ അതിന്റെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിച്ച മറ്റൊരു കാര്യം, അങ്ങനെയെങ്കിൽ NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ പ്രധാനമന്ത്രിയെ കണ്ടത് എന്തിന് നിങ്ങൾ ജ്വാലമാക്കി എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അതിൽ രാഷ്ട്രീയമുണ്ട്. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടതിൽ രാഷ്ട്രീയമുണ്ട്, എന്നാൽ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് EP ജയരാജനെ സമ്പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നടന്നത്. മുഖ്യമന്ത്രിക്കും EP ജയരാജൻ നടപടി സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടി താല്പര്യം കണക്കിലെടുത്താണ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. നേരത്തെ ഒന്നും പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല. CPM കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ പോലുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കളുള്ളപ്പോൾ കൃത്യമായി ചർച്ച നടത്തുകയും കൃത്യമായ വിമർശനം, എത്ര ഉയർന്ന നേതാവാണെങ്കിലും തെറ്റുപറ്റിയാൽ വിമർശനമൊക്കെ നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് എന്താണോ താല്പര്യം അതാണ് പാർട്ടിയുടെയും താല്പര്യം. അതുകൊണ്ട് ഒരു വഴി അതിന് അപ്പുറത്തേക്ക് പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി EP ജയരാജനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചത്. പാർട്ടി സെക്രട്ടറിയും EP ജയരാജനെ ന്യായീകരിച്ചു തന്നെയാണ് സംസാരിച്ചത്. കൃഷ്ണപ്രിയ.